അവളെ ആ മണം മാറിയിട്ടില്ല. അത്ര ആ രീതി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ചാറ്റിംഗ് ഒക്കെ ഇവള് കണ്ട്. പൊന്നാനിയിൽ പോയി മതം മാറണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് പൊന്നാനിയിൽ പോയി പുക അകത്തോട്ട് വലിക്കത്തില്ല. ഇവള് വീഡിയോ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്കറിയാം. സോഷ്യൽ മീഡിയ താരത്തെ കാമുകൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. അവൾക്ക് അത് തന്നെ വേണം, അർഹിച്ചത് കിട്ടി, വേലി ചാടിയ പശുവിന് കോല് കൊണ്ടു മരണം എന്ന് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നിറഞ്ഞു. അഖില ചെയ്ത റീൽസുകളെ കമൻറ്റോളുകൾ വിമർശിച്ചു. പക്ഷേ ഈ വിമർശിക്കുന്നവർക്ക് അഖിലയുടെ ജീവിതം എന്താണെന്നറിയാമോ? സ്മോക്കറുകൾ എന്ന് പരിഹസിക്കുന്നവർക്ക് അവളുടെ ജീവിതം അടുത്തറിയണം. കാമുകൻ ബിനു നശിപ്പിച്ചത് കുറേ പേരുടെ ജീവിതങ്ങളാണ്. സഹോദരൻ്റെ 3 മക്കളുടെ ജീവിതം പെരുവഴിയിലാക്കി. പ്രായമായ അമ്മയെ ഇരുട്ടിലാക്കി. തീർന്നില്ല, ഇനിയുമുണ്ട് സത്യങ്ങൾ. അതറിയണമെങ്കിൽ ഈ വീട്ടിലേക്കൊന്ന് ചെല്ലണം. അവളുടെ ഡ്രസ്സ് ഇപ്പോൾ വന്ന് അശയെന്ന് ഞാൻ എടുത്ത് വെച്ചത് അവളെ ലാസ്റ്റ് കഴുകിയിടാൻ ഇട്ടിട്ട് പോയ അവളുടെ പാവക്കുട്ടി, അവൾക്കുള്ള അലമാരയാണിത്. അവള് കണ്ട ഇതെല്ലാം അവളുടേതാണ്, ഇതെല്ലാം അവളുടെയാണ്. ഞാനും മോളും കൂടെ ഈ കട്ടിലേക്ക് വിഷമമുണ്ട്. അതാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെ എനിക്ക് കിട്ടിയ സാധനങ്ങൾ അവളൊരു അമ്മയോട് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അവള് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഈ പിള്ളേർക്ക് പോലും കൊടുക്കാതെ അവള് ഭദ്രമായി സൂക്ഷിക്കുന്ന സാധനങ്ങളാണ്. പിള്ളേർ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇതെല്ലാം മക്കളതാണ്. ഡ്രസ്സുകളൊക്കെ കണ്ടമാനം അവളങ്ങ് മേടിച്ച് കൂട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തയ്ക്കാൻ കൊണ്ടുവന്നില്ല. എന്നെ പോകുന്നതിന്റെ തലേന്ന് എൻ്റെ മോളെ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയ മോളെ. അവളെ ഓർമ്മയ്ക്ക് ഈ തലേണ ഇങ്ങനെ അവളെ ആ മണം മാറിയിട്ടില്ല. അത്ര ആ രീതിയിലാണ് ഞാനും എൻ്റെ മോളും കൂടെ ഇതിനകത്ത് കഴിയുന്നത്. ഞങ്ങള് എൻ്റെ മകള് മാത്രമല്ല, ഞങ്ങള് തമ്മിൽ വലിയ കൂട്ടുകാരും കൂടെ ആയിരുന്നു. അത് ഞാൻ സഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ധൈര്യം തമ്പുരാൻ തരുവാ എനിക്ക്. ഞാനും അവളുമായിട്ടുള്ള ഇരുപക്ഷം വെച്ച് ഇപ്പം ഭൂമിക്ക് മേളിൽ കാണേണ്ട ഒരു സാഹചര്യം അല്ല ഇപ്പം. അതെ, അതുകൊണ്ട് അതേപോലെ എൻ്റെ മോള് എനിക്ക് വാങ്ങിത്തന്ന ഡ്രസ്സുകളൊക്കെയാണ് അവളെ ഇപ്പം എനിക്ക് വാങ്ങിത്തന്ന ഡ്രസ്സ്. ഒരു സാരി, ഇത് പിന്നെ ഒരെണ്ണം ഒരു പട്ട് സാരി, ഇതിൻ്റെ ഇടയിൽ എവിടെ ഇതെല്ലാം എൻ്റെ മോളെ എനിക്ക് വാങ്ങി തന്നിട്ടുള്ള സാധനങ്ങളാണ്. എന്റേതായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് എൻ്റെ ഗുളിക തീരുമ്പോൾ എൻ്റെ മോളാണ് ഈ ഗുളിക എല്ലാം മേടിച്ചു വെച്ച് തരുന്നത്. ഇനി ഒന്നുമില്ല, എനിക്ക് ആരുമില്ല വാങ്ങിത്തരാന്. വയ്യാത്തതുമാണ്. സഹോദരന്റെ മക്കളെ നോക്കാനുള്ള അല്ലലില്ലാതെ കഴിയണം എന്നുള്ള ഇത് കൊണ്ട് എപ്പോഴും ആഴ്ച വെള്ളം പോലും കിട്ടാൻ ഒക്കുന്ന ഒരു സാഹചര്യത്തിലല്ല അവള് കൊണ്ടുവരുന്ന വഴിക്കണ്ണുമായിട്ട്. എൻ്റെ 2 പൂച്ചകൾ ഉൾപ്പെടെ, അവള് മീൻ ഉൾപ്പെടെ മേടിച്ചോണ്ടാ വരുന്നത്. പൂച്ച കുഞ്ഞുങ്ങൾ മീൻ പോലും കഴിക്കാതെയാണ് അവര് ഇരിക്കുന്നത്. അവള് മീൻ ഉൾപ്പെടെ മേടിച്ചെല്ലാം കൊണ്ടുവന്ന് രാത്രിയിലാണ് പാകപ്പെടുത്തി ഞങ്ങൾ കഴിക്കുന്നത് തന്നെ. ഞാൻ അമ്മയെ ഈ വീഡിയോ കാണിക്കട്ടെ. ഈ അമ്മ ഈ വീഡിയോ കാണുമ്പോഴേ ഈ മകള് ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. കണ്ടിട്ടാണ്. പുക അകത്തോട്ട് വലിക്കത്തില്ല. ഇവള് വീഡിയോ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അത് ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് ഏതോ ഒരു ചാനലുകാരും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഫോണിൽ കൂടെ എനിക്ക് ഒരുപാട് ആൾക്കാരും പുറത്ത് വിദ്യാഭ്യാസം ഒക്കെ ഉള്ളത് കുറേ കുട്ടികളെയൊക്കെ ട്യൂഷൻ എടുത്ത്. അപ്പോൾ ആ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം എന്നെ വിളിച്ചിങ്ങനെ ഫോണിൽ കൂടി നിരന്തരം എനിക്ക് ഒന്നിനും ഒരു കാര്യത്തിനും ഒന്ന് പെരയ്ക്കകത്തോട്ട് ഒരു തുണി മാറാൻ പോലും ഒരു സാഹചര്യം തരാതെ ഫോൺ കോളുകൾ ഇങ്ങനെ വന്നിരിക്കുക. ചേച്ചി എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊന്നും സത്യാവസ്ഥയല്ല. അവള് സിഗരറ്റ് വലിച്ചുകൊണ്ട് അവള് പുക അകത്തോട്ട് വിട്ടുകൊണ്ടുള്ള എല്ലാം അവള് ചെയ്യുന്ന, അവള് വീഡിയോ ചെയ്യുന്ന, അവള് ടിക്ടോക്ക് ചെയ്യുന്നത് അവൾക്ക് ഇത്രയും ഫോളോവേഴ്സ് കിട്ടാൻ. അമ്മയുടെ കാര്യം ചോദിക്കട്ടെ, ഈ അമ്മ ഇത്രയും വലിയ മകൾ ഇത്രയും വലിയ സെലിബ്രിറ്റി ആണ്. എനിക്കറിയാം. എൻ്റെ മോളെ കുറിച്ച് എനിക്കറിയാം. അവള് നല്ലവളാണ്. 1 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. എനിക്കറിയാം. എനിക്ക് അതിനൊന്നും ഒരു എതിരും. എൻ്റെ പൂർണ്ണ സപ്പോർട്ടാണ്. എൻ്റെ സാരികൾ ഉടുത്താണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. എൻ്റെ സാരികൾ ഉടുത്ത് കൊണ്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ടും അവളോട് ഞാൻ ചോദിച്ചേടി ഈ സിഗരറ്റ് വലിച്ചും കൊണ്ടുള്ളത് ചെയ്യുമ്പോഴേ പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മളെ അറിയുന്നതായിട്ടുള്ള ആൾക്കാർ കാണുമ്പോഴത്തേനും അത് സുധീഷിനും എനിക്കൊക്കെ അത് മോശമല്ലേ എന്ന് ഞാൻ പറയുമായിരുന്നു. അന്നേരം പറയുന്നത് അമ്മ അത് അകത്തോട്ട് വലിക്കലോ അത് വീഡിയോ ചെയ്യുന്നതല്ലേ അമ്മ, അത് കണ്ട അറിയാവുന്നവർക്ക് അറിയാതെ എന്തുവാന്നുള്ളത് വീഡിയോ ചെയ്യുന്നതാണ്. ഈ സത്യം പറഞ്ഞ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള അമ്മയുടെ മകൾക്ക് അഖിലേക്ക് എന്താ സംഭവിച്ചത്? അഖില ആദ്യം കല്യാണം കഴിച്ചല്ലേ? ആദ്യം കല്യാണം കഴിച്ച് അപ്പോഴേ ഇവര് സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടായി. പിന്നെ അത് മുസ്ലിം പയ്യന അവര് പിന്നെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് പൊന്നാനിയിൽ പോയി മതം മാറാനായിട്ട് അവൻ്റെ പാപ്പായും ഉമ്മായും കൂടെ കൊണ്ടുപോയിട്ട് ഇവനങ്ങ് പേർഷ്യയിലാന്ന്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഈ എന്താണ് ഹരിപ്പാട് അവരെ കൊണ്ടാക്കി
അവർക്കുള്ള ആ ഹാളിലോട്ട് കയറിയപ്പോൾ തന്നെ മതഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അന്യമതസ്ഥരായിട്ടുള്ള പിള്ളേരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേന് ഇവക്കങ്ങ് എന്തോ ഒരു വിഭ്രാന്തി പോലെ വന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് അവിടുത്തെ ഉസ്താദിൻ്റെ അടുത്ത് വെളിയിലെ ഓഫീസിൽ വന്ന് പറഞ്ഞ്, ഉസ്താദെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രി അവരവിടെ പിടിച്ചിരുന്നേച്ച് പിറ്റേന്ന് രാവിലെ അപ്പോൾ ഈ ചെറുക്കൻ്റെ അപ്പനും വാപ്പായും ഉമ്മായും കൂടെ അവർ ഹരിപ്പാട് തിരിച്ചെത്തി. അന്നേരമാണ് ഇങ്ങനെ പറയുന്നത്, പിന്നെ അഖില ഇതേപോലെ തിരിച്ചു വരുന്നെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറയുന്നത്. അമ്മ അതിപ്പോൾ ഇനിയിപ്പോൾ എന്തോ ചെയ്യും? അന്നേരം വാവ എന്നെ വിളിച്ചു, വാവയെന്ന എൻ്റെ മോളെ വീട്ടിലെ പേര്. വാവ വിളിച്ചു പറഞ്ഞ, അമ്മ എനിക്കവിടെ നിൽക്കാം, അയ്യമ്മച്ചി അവിടുത്തെ കണ്ടണക്ക് എനിക്ക് അങ്ങ് ഭ്രാന്ത് വരുന്നു, ഞാൻ അങ്ങനെ ഇങ്ങനെ പോരുന്നേ അമ്മ, എന്നെ ഉസ്താദ് അവിടെ വിളിച്ചിരുത്തിയിരുന്നിട്ട് നേരം വെളുത്താൻ എന്നെ വിട്ടത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ആ ഒരു ബന്ധം അങ്ങനെ അവസാനിച്ചു. അവര് സന്തോഷമായിട്ട് പിരിഞ്ഞു. അവര് ഒരു 6 മാസത്തോളം അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇലയ്ക്ക് മുള്ളും കേടില്ലാത്ത രീതിയിൽ ഇക്കയുടെ വഴിക്ക് പൊയ്ക്കോ, എനിക്ക് പറ്റുന്നില്ല, നിങ്ങളെ മതഗ്രന്ഥം അനുസരിച്ച് എനിക്ക് പറ്റത്തില്ല, നമ്മൾ മതം പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഒന്നിച്ചത്. പക്ഷേ വാപ്പായ്ക്കും ഉമ്മായ്ക്കും ഞാൻ അവിടെ അവരുടെ 3 മാസം താമസിച്ചു. പിന്നെ അഖില പിന്നെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് എൻ്റെ കൂടെയാണ്, ഇവിടെയാണ് താമസിക്കുന്നത്. എറണാകുളത്ത് അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് നിൽക്കവേ ബിനു എന്ന് പറയുന്ന നേരിമംഗലം സ്വദേശിയായിട്ടുള്ള പയ്യൻ ഈ അഖിലെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ്. ഈ ബന്ധമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു? എനിക്കറിയാം, കണ്ട നാൾ മുതലേ എനിക്കറിയാം. ഇവര് 3 വർഷമായിട്ട് അവര് സ്നേഹത്തിലാണ്. ഞാൻ ആലുവയിൽ എൻ്റെ മോള് വീട് വാടകയ്ക്ക് എടുത്ത് ഞാനും ഈ 3 കുഞ്ഞുങ്ങളും അവള് പകല് വരും, രാത്രി അവിടെ വാർഡനായിട്ട് പെൺകുട്ടികളുടെ അടുത്ത് നിൽക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ പാചകവും കൂടെ ഒക്കെ ചെയ്ത് കൊടുത്ത് അവൾ അവിടെ നിൽക്കുക 10-25,000 രൂപ ശമ്പളം അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ അതുമൊക്കെ വെച്ചാണ് എനിക്ക് അയച്ചു തരും. എനിക്ക് മരുന്നിനും ഈ കൊച്ചുങ്ങളെ പഠന ചെലവും കാര്യങ്ങളും പിന്നെ എനിക്കറിയാം. ഞാനും വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കൊരു തുണ വേണമല്ലോ എന്ന് കണ്ടാണ് ഞാൻ അതിനെ അനുവദിച്ചത്. ആദ്യം ഇവിടെ ഈ വീട്ടിലും വന്ന് ഇവിടെ 3 വർഷക്കാലം അവൾ അവിടെ ജോലി ചെയ്ത് അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞാണ് അവനെ കാണുന്നത്. ഇന്നേ വരെ 3 വർഷം തികയാൻ പോകുന്ന അവനുമായിട്ടുള്ള ബന്ധം 3 വർഷമായിട്ട് കറക്റ്റായിട്ട് 3 വർഷമായിട്ടുണ്ട്. എന്നിട്ട് ഈ കൊച്ചുങ്ങളെ ഇത് പുറത്ത് വന്നേക്കുന്ന ന്യൂസ് ഇവൻ കല്യാണം കഴിക്കാൻ അഖില നിർബന്ധിച്ചു. അഖില നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവളുടെ കഴുത്തെ മരണസമയത്ത് ഒരു മാല ഉണ്ടായിരുന്നു, അവൻ കെട്ടിയ ഒരു മിന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസെല്ലാം, മിന്നു കിട്ടുന്ന ഫോട്ടോസെല്ലാം അവളുടെ ഫോണിലുണ്ട്. അത് പോലീസിൻ്റെ കയ്യിലുണ്ട്. ആ ഫോണ് മെമ്മറിയുള്ള ഫോണെല്ലാം അവരുടെ കയ്യിൽപ്പെട്ട്. പിന്നെ 2 ആഴ്ചയ്ക്ക് മുന്നേ ഇവിടെ വന്നപ്പോഴത്തേന് ഞങ്ങൾ ആ പെരക്കകത്തിരുന്ന് എല്ലാവരും കൂടെ ചോറ് കഴിക്കുന്ന ഒരു ഫോട്ടോ ഉൾപ്പെടെ വരുന്നുണ്ട്. മരുമകനായിട്ട് അവൻ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇത് അഖിലയുടെ വീടാണ്, എനിക്ക് വീടില്ല, ഞങ്ങൾ പഞ്ചായത്തുകാർ വീട് അനുവദിച്ചിട്ടുണ്ട്, ഞങ്ങൾ വീട് വെച്ചങ്ങ് മാറാം, അല്ലെങ്കിൽ നിങ്ങളിവിടെ താമസിക്കുന്നത് ഞങ്ങൾ തക്കാലം എങ്ങോട്ടും എങ്കിലും ഞാനും കുഞ്ഞുങ്ങളും കൂടെ വാടകയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ താമസിക്കുക സന്തോഷമായിട്ട്, അവൾക്കുള്ള സർവ്വ സ്വാതന്ത്ര്യത്തിൽ ആരും അടിച്ചിറക്കത്തില്ല നിങ്ങളെ. നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു കൊടുത്ത വസ്തുവാണ്, അതിൽ നിങ്ങൾക്ക് ജീവിക്കാം, ഞാൻ ഒരു ശല്യത്തിന് വരുത്തില്ല. ഈ അഖില അങ്ങനെ പിടിവാശി പിടിച്ചതാണോ? ഇത് പിടിവാശി പിടിക്കാനുള്ള കാര്യം 12-ാം തീയതി, അതായത് ജൂലൈ 13-ാം തീയതി എൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ 12-ാം തീയതി 13-ാം തീയതി ഇവനെ കാണാൻ പോകേണ്ടതുകൊണ്ട് അന്ന് 25 ദിവസം ജോലി തീർന്ന്. അപ്പോൾ കാണാൻ പോകേണ്ടതുകൊണ്ട് 12-ാം തീയതി മേടിച്ചുകൊണ്ട് വന്ന് കേക്കൊക്കെ മുറിച്ച് സാരിയൊക്കെ വാങ്ങി തന്ന് പിറ്റേന്ന് രാവിലെ അവൾ ജോലിക്ക് പോകുന്നേരം അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വന്ന് എനിക്ക് അവൾ നിറച്ച് ഉമ്മയൊക്കെ തന്നേച്ചും പോയി. എന്നിട്ട് അന്ന് ബിനുവിൻ്റെ അടുത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പോൾ ഇവൻ വെള്ളം അടിച്ച് അവനാണ് മുമ്പേ ലോഡ്ജ് മുറിയെടുത്ത് അവിടെ ചെന്നപ്പോൾ അവൻ കുപ്പിയൊക്കെ എടുത്ത് കുടിച്ച് കിണ്ടായിരിക്കുക. അങ്ങനെ അവളെന്തോ ഇത് ഇവൾക്ക് പിന്നെ ഈ അമ്മയായിട്ട് ഇവൻ മിണ്ടത്തില്ലെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവക്കൊരു സംശയവും അമ്മയുടെ കാര്യമൊക്കെ ഇവൻ പറയുമെങ്കിലും കണ്ടായിരുന്നോ വിളിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചണൊക്കെ ഇവ ഒന്നും പറയുന്നില്ല. അന്നേരം ഇവളെന്തോ ഇത് ഓർമ്മയില്ലാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് വിരലെടുത്ത് പതിച്ച് അവൻ്റെ ഫോൺ തുറന്നിട്ട് അതിനകത്തും വാട്സാപ്പിൽ നോക്കിയപ്പം ഇങ്ങനെ കുറേ പെണ്ണുങ്ങളെ ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കുന്ന. അതിലെ ഒരു പെണ്ണും നേരത്തെ എങ്ങാണ്ട് ഇവനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അങ്ങനെ ആ ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ചാറ്റിംഗ് ഒക്കെ ഇവൾ കണ്ടപ്പോഴത്തേന് ഇവളെന്ത് ചെയ്ത് ബിനുവിന്റെ ഫോട്ടോ എടുത്ത് അപ്പോൾ ഈ ബിനുവിന്റെ വാട്സാപ്പ് ഇവളെ ഫോണിലിട്ട് മുഴുവൻ ഈ അഖില കണ്ടുപിടിച്ചു. പിന്നെ അവൻ നിക്കക്കളില്ലാത്ത അവസരത്തിൽ പിന്നെ അതാണ് സംഭവം. എന്നിട്ട് ഇവള് വാഴക്കുളത്ത് ഇവരെ അമ്മയൊക്കെ താമസിക്കുന്നിടത്ത് വഴക്കും കൊണ്ട് പോയി, എന്നെ വിവാഹം കഴിക്കണം, നിങ്ങളെ പള്ളി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്നെ നേരെ ചൊവ്വ വിവാഹം കഴിക്കണം, താലി കെട്ടിയത് കൊണ്ട് മാത്രമായില്ല, മിന്നു കെട്ടിയത് കൊണ്ട് മാത്രമായില്ല, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അത് അന്ന് പിന്നെ ആലുവ പോലീസ് ബന്ധപ്പെട്ട്